നമ്മളെ അനുസരിക്കില്ല. നമ്മൾ അവരിൽ നിന്ന് ബഹുദൂരം ഇങ്ങനെ അകന്നു പോകുന്നു. അങ്ങനെ അകന്നു പോകുമ്പോൾ ഒരു വലിയ നിരാശയുണ്ട്. ആ നിരാശയ്ക്ക് പരിഹാരം അല്ല, നമ്മൾ സാഹിത്യത്തിൽ എല്ലാ തരത്തിലുമുള്ള ഈ സാമൂഹികമായ വ്യഥകൾക്കുമുള്ള പരിഹാരമുണ്ട് കേട്ടോ. ഏറ്റവും വലിയ ജീവിതാസക്തി തോന്നിയ ഒരു സന്ദർഭം കോവിഡിന്റെ കാലത്ത് ദ ബെറ്റ് എന്ന് പറയുന്ന ആന്റൺ ചെക്കോവിന്റെ ചെറുകഥ വായിച്ചപ്പോഴാണ്. ആ ചെറുകഥ വായിക്കാൻ ഒരു ഇടയായ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയുമോ? കോവിഡിന്റെ കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി 5 മണിയാകുമ്പോൾ വന്ന് എല്ലാ ദിവസവും ഒരു പത്രസമ്മേളനം നടത്തി. പ്രായമായ ആളുകൾ പുറത്തിറങ്ങരുത്, സോഷ്യൽ മിംഗിളിങ് പാടില്ല, അടച്ചിരിക്കൂ, സുരക്ഷിതരായിട്ടുണ്ടാവും. ആന്റൺ ചെക്കോവിന്റെ പന്തയം ബെറ്റ് എന്ന് പറയുന്ന ചെറുകഥയിലെ വിഖ്യാതമായ വാചകം ഇതാണ്: മരിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് ഏത് വിധേനയെങ്കിലും ജീവിക്കുകയാണ്. It is better to live anyhow than not to live at all. പുറത്തിറങ്ങരുത്, അടച്ചിരിക്കണം, പ്രായമായവര് വെളിയിലിറങ്ങരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാചകത്തിന് അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം ആന്റൺ ചെക്കോവിന്റെ കഥയിലെ ഒരു സെന്റൻസ് ഉദ്ധരിച്ചു: മരിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് ഏത് വിധേനയെങ്കിലും ജീവിച്ചിരിക്കുകയാണ്. It is better to live anyhow than not to live at all. ഈ വാചകം കേട്ടാൽ മതി, ആ കഥയൊന്നെടുത്ത് വായിക്കാൻ ആളുകൾ ഓടും. കാരണം ഈ ലോകത്തെ ഒരു അന്തരാള കാലഘട്ടത്തിലെ ജീവിതത്തോടുള്ള തീക്ഷ്ണമായ അഭിനിവേശം ജനിപ്പിക്കുന്ന ഒരു ചെറുകഥ. ലോകത്തെ കഥയുടെ ഉള്ളടക്കമൊക്കെ വേറെയാണ്, അതുപോട്ടെ, ഞാൻ സാന്ദർഭികമായ ഒരു വാചകം മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാ സോഷ്യൽ മെലഡീസിനും, സാമൂഹിക വ്യഥകൾക്കും സാഹിത്യത്തിൽ ഒരു ഇടമുണ്ട്. നമ്മളത് തേടിപ്പിടിക്കണം, വായിക്കണം, കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം. 1982 ONV കുറുപ്പിന്റെ മനോഹരമായ അവാർഡ് ലഭിച്ച ഒരു കവിതാ പുസ്തകമുണ്ട്. ഉപ്പ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. നിങ്ങളൊരു പക്ഷേ വായിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, കോളേജ് ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ഉപ്പ് എന്ന് പറയുന്ന കവിതയിൽ ONV കുറുപ്പ് കൊണ്ടുവരുന്ന സംസ്കാരത്തെ കുറിച്ചിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്താണ്? ഒരു മുത്തശ്ശി തന്റെ പേരക്കുട്ടിയെ ഒക്കത്തെടുത്ത് ഒരു കയ്യിൽ ഓട്ടുകിണ്ണത്തിൽ കഞ്ഞി വിളമ്പിയിട്ട് പ്ലാവില കൊട്ടിയ കുമ്പിളിൽ തുമ്പ പൂപോലിത്തിരി ഉപ്പ് തരിയെടുത്ത് ആവിമാറുന്ന കഞ്ഞിയിൽ തൂവി മുത്തശ്ശി പറയുകയാണ്: ഉപ്പ് ചേർത്താലേ രുചിയുള്ളൂ കഞ്ഞിയിൽ. ഇന്ന് ആ കാഴ്ചയില്ല. പ്ലാവില കൊട്ടിയ കുമ്പിളിൽ ഇന്ന് ആരും കഞ്ഞി കുടിക്കാറില്ല, ഓട്ടുകിണ്ണത്തിൽ കഞ്ഞി എടുക്കാറില്ല, മുത്തശ്ശിമാര് കുട്ടിയെ ഒക്കത്തിരുത്തി കഞ്ഞി കൊടുക്കാറില്ല, അവർ കഞ്ഞി കുടിക്കാറുമില്ല. പക്ഷെ കവി കൊണ്ടുവരുന്ന ഒരു സന്ദേശമുണ്ട്. ആ പ്ലാവില കോട്ടിയ കുമ്പിളിൽ തുമ്പപ്പൂവ് പോലെ വെളുത്ത ഉപ്പ് തരിയെടുത്ത് ആവിമാറുന്ന കഞ്ഞിയിൽ തൂവി മുത്തശ്ശി പറയുന്നു: ഉപ്പ് ചേർത്താലേ രുചിയുള്ളൂ. ഉപ്പെന്ന് പറയുന്നത് രുചിയാണ്, ലവണമാണ്, ലാവണ്യമാണ്, അത് സൗന്ദര്യമാണ്. എന്നിട്ട് മുത്തശ്ശി പറയും: മുത്തശ്ശിയും നിന്ന നിൽപ്പിൽ ഒരു നാൾ മറഞ്ഞു പോവും, എങ്കിലും നിന്നിലെ ഉപ്പായിരിക്കുമേ ഈ മുത്തശ്ശിയെന്നും. നിനക്ക് മുത്തശ്ശിയെ നിനക്ക് വലിയ വിലയൊന്നുമില്ല, പക്ഷേ ഈ മുത്തശ്ശിയും നിന്ന നിൽപ്പിൽ ഒരു നാൾ മറഞ്ഞു പോവും. ഏത്? കഞ്ഞിയിൽ വീണ ഉപ്പ് തരി പോലെ മറഞ്ഞു പോവും, പക്ഷെ ഉപ്പ് നഷ്ടപ്പെടില്ല. നിന്നിലെ ഉപ്പായിരിക്കുമേ. നമ്മൾ നമ്മുടെ പേരമക്കളുടെ ഉപ്പായിരിക്കണം. അതുകൊണ്ട് നമുക്ക് ONV കുറുപ്പിന്റെ ഉപ്പെന്ന കവിതയിലെ ഉപ്പായിരിക്കുവാൻ ഓരോ മുത്തശ്ശിമാർക്കും കഴിയും. അതാണ് സംസ്കാരം, സഞ്ചിതമായ ഒരു സംസ്കാരമാണ്. ഓരോ തലമുറയായി ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തു വന്ന ഒരു സംസ്കാരം നമ്മളിലൂടെ നമ്മുടെ തലമുറയിലേക്ക് നമ്മൾ അറിയാതെ പകർന്നു കൊടുക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജന്മം വൃഥാവല്ല. പേരക്കുട്ടികൾ ഒരുപക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിനെ അനുസരിക്കില്ല, നമ്മുടെ വാക്കുകൾ കേൾക്കില്ല. നമ്മളൊരു കഥ പറയാൻ പിടിച്ചടുത്തിരുത്തിയാൽ അവൻ കഥ കേൾക്കില്ല. നമ്മൾ പണ്ടത്തെ നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെയൊക്കെ കഥ പറഞ്ഞ പിള്ളേര് കേൾക്കുമോ? പപ്പ ഇതൊന്നും പറയണ്ട, പപ്പ ഈ പട്ടിണിയുടെ കഥയൊന്നും ഞങ്ങളോട് പറയണ്ട. അപ്പോ നമ്മുടെ ഒരു മുത്തശ്ശൻ എന്ത് ചെയ്തു? കുറുപ്പിന്റെ ONV കുറുപ്പിന്റെ തന്നെ കൊച്ചുതുക്കം എന്ന് പറയുന്ന കവിതയുണ്ട്. ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ സ്കൂളിൽ പോവുകയാണ് പാത്രമൊക്കെ ആയിട്ട്. കുട്ടി തൻ കയ്യിലെ ചോറ്റുപാത്രം നടു റോട്ടിൽ വീണ് ഉള്ളിൽ നിന്നെല്ലാം നിലത്ത് പോയി. പള്ളിക്കൂടത്തിന്റെ വാതിക്കെ ചെന്ന് ബസ് നിർത്തി ടിക്കി തിരക്കി ഇറങ്ങിയപ്പോൾ കയ്യിലിരുന്ന ചോറ്റുപാത്രം റോട്ടിൽ വീണിട്ട് വേർപെട്ടുരുണ്ടുപോയി. പാത്രവും മൂടിയും രണ്ടും 2 വഴിക്ക് ഉരുണ്ടുപോയി.
ആളുകളൊക്കെ ഓടിക്കൂടി. സ്കൂളിൻ്റെ വാതിക്കല ബസ് വീണതാണോ വല്ലവരും പിള്ളേർ വണ്ടിക്കടി പോയതാണോ എന്നൊക്കെ വെച്ച് ടീച്ചർമാരെല്ലാം ഓടി വന്നപ്പോൾ ചോറ്റുപാത്രം താഴെ പോയതാണ്. ആരോ ആ ചോറ്റുപാത്രത്തിൻ്റെ അടപ്പും മൂടിയും എടുത്ത് ആ കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ കുട്ടി തൻ കണ്ണു നിറഞ്ഞു പോയി. ഉച്ചയ്ക്ക് പട്ടിണിയാകുമെന്നോർത്തല്ല തൻ ചോറ്റുപാത്രത്തിൽ നിന്നൂർന്നു വീണത് 2 കപ്പക്കഷണമാണ് ആളുകൾ കണ്ടുപോയി. അത് ആളുകൾ കണ്ടുപോയി, തൻ്റെ ദാരിദ്ര്യം ആളുകൾ കണ്ടുപോയി. എന്നിട്ട് ആ മുത്തശ്ശൻ പറയാണ്, മോനെ നിന്റെ പപ്പയായിരുന്നു അത്. ഇത് പറയുമ്പോൾ അവൻ്റെ കണ്ണ് നിറയും. നിങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ കഥ പറഞ്ഞാൽ കുട്ടികൾ സമ്മതിക്കുകയില്ല. പപ്പ ഇത്തരം പിന്നെ ഇതൊന്നും പറയണ്ട. ഇത് നിന്റെ മുത്തശ്ശനായിരുന്നടാ എന്ന് നമുക്ക് വേണം പറയാം. എൻ്റെ കുട്ടിക്കാലം അങ്ങനെയായിരുന്നു. നമ്മൾ കുട്ടികളെ വിളിച്ചെടുത്തിട്ട് എടാ നീ ജീവിക്കുന്ന പോലെയൊന്നും ആയിരുന്നില്ല എൻ്റെ കാലത്ത്, ഭയങ്കര പട്ടിണിയായിരുന്നു, ദാരിദ്ര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ അവൻ കേൾക്കില്ല. അപ്പം ഇങ്ങനെ മറ്റൊരു തരത്തിൽ നമുക്ക് ഒരു കാലഘട്ടത്തെ കുട്ടികളുടെ മനസ്സിലേക്ക് മനോഹരമായി കൊണ്ടുപോകാം. ഒരു മുത്തശ്ശൻ, ഇടശ്ശേരിയുടെ കവിത പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും. ആ കവിതയിൽ മുത്തശ്ശൻ ഒരു കുട്ടിയെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുകയാണ്. 5 വയസ്സായ കുട്ടി ആദ്യമായി സ്കൂളിൽ പോകുന്നു. അവൻ്റെ ചേച്ചി അവനെ കുളിപ്പിച്ചൊരുക്കി പുതിയ വസ്ത്രങ്ങളുമൊക്കെ ധരിപ്പിച്ച് അവനെ പൊട്ടുതൊടിയിച്ച് കണ്ണെഴുതിച്ച് പൗഡറിടിച്ച് അവനെ ഇങ്ങനെ ഒരുക്കി നിർത്തുകയാണ്. ആദ്യമായി അവൻ സ്കൂളിൽ പോവുകയാണ്. നടാടെ സ്കൂളിൽ ഗമിപ്പവനെ ഇടശ്ശേരി പറയുന്നു. മുത്തശ്ശൻ പറയുന്നുണ്ട് അവനോട്, നിന്നെയും കാത്ത് പതിവ് പോലെ വന്നിരിക്കുന്നുണ്ടിളങ്കിളികൾ, പ്രേക്ഷകരവരോടു യാത്ര ചൊല്ലു, പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. മുത്തശ്ശൻ പറയാണ്, മോനെ നീ ആദ്യമായിട്ട് സ്കൂളിൽ പോവല്ലേ, ദാ നിന്നെയും കാത്ത് പതിവ് പോലെ നിന്റെ കൂട്ടുകാരൊക്കെ വന്നിരിപ്പുണ്ട്. ആരാ? കിളികള്, പൂച്ച, പട്ടി, സർവ്വചരാചരങ്ങളും ഉണ്ട്. 5 വയസ്സുള്ള കുട്ടിയാണ്. ഇന്നലെ വരെ അവൻ്റെ കളിക്കൂട്ടുകാർ ഈ പ്രകൃതിയായിരുന്നു. ഇന്നലെ വരെ അവൻ്റെ കളിക്കൂട്ടുകാർ വേറെ ആയിരുന്നു, അല്ല പ്രകൃതിയായിരുന്നു. അപ്പോഴാണ് മുത്തശ്ശൻ പറയുന്നത്, അവരോടും കൂടി നീ യാത്ര ചൊല്ലൂ. സ്കൂളിൽ പോകുമ്പോൾ കുട്ടി ഇങ്ങനെ നല്ല ഉടുപ്പുമൊക്കെ ഇട്ട് പുസ്തകമൊക്കെ എടുത്ത് വീട്ടിലെ പ്രായമായ എല്ലാവരുടെയും കാല് തൊട്ട് വന്നിച്ച് ഇല്ല, അങ്ങനെയല്ലേ കൂട്ടുകുടുംബത്തിൽ എല്ലാവർക്കും ദക്ഷിണ കൊടുത്താണ് സ്കൂളിൽ പോകുന്നത്. ഇന്ന് അങ്ങനെയുള്ള കാഴ്ചയൊന്നുമില്ല. അവിടെയാണ് മുത്തശ്ശൻ പറയുന്നത്, നീ അവരോടും കൂടി യാത്ര ചെല്ലൂ. നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. ശരിയല്ലേ? പഠിത്തമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഈ പ്രകൃതിയൊക്കെ മറക്കും. വരും തലമുറയ്ക്ക് ഇവിടെ സാറ് ചൊല്ലിയ കവിത മറന്നുപോകും. അപ്പോഴാണ് മുത്തശ്ശൻ പറയുന്നത്, പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ട് നടന്ന് വരുന്നു മന്ദം, നാവിൽ നിന്ന് അപ്പോഴേ പോയി മറഞ്ഞു നാനാ ജഗന്മയ രമ്യഭാഷ. നീ പഠിക്കുന്തോറും നിന്റെ നാവിലെ ആ നാനാ ജഗന്മയ രമ്യഭാഷ, സ്നേഹത്തിൻ്റെ ഭാഷ, പ്രകൃതി സ്നേഹത്തിൻ്റെ ഭാഷ നീ മറന്നുപോകും. മർത്യപുത്തൻ പഠിത്തം അതാണ്. പുസ്തകജ്ഞാനം മർത്യനെ ആരാക്കുന്നു? തിരിയക്കാക്കി മാറ്റുന്നു. പ്രകൃതിയോടെ എങ്ങനെ അടുപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഒരു തലമുറ ഇത്തരം കഥകളിലൂടെ, കവിതകളിലൂടെ. ഇപ്പോൾ അമ്മയോട് സ്നേഹമില്ല. നെയ്പായസം എന്ന മാധവിക്കുട്ടിയുടെ കഥ വായിച്ചാലുണ്ടല്ലോ, ആ കുട്ടി ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. സംശയമൊന്നും വേണ്ട, നിങ്ങൾ നെയ്പായസം തിരക്കി പോകണ്ട. ഈ സാധനത്തിലുണ്ട്. മാധവിക്കുട്ടി നെയ്പായസം എന്ന് അടിച്ചു കൊടുത്താൽ ആ കഥ വരും. ആ കഥയുടെ ടെക്സ്റ്റ് നമ്മുടെ കുട്ടികളൊന്നും വായിച്ചാലുണ്ടല്ലോ. അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇതാണ്. അമ്മയുള്ളപ്പോഴുള്ള വീടല്ല അമ്മയില്ലാത്തപ്പോൾ, ഭാര്യയുള്ളപ്പോഴുള്ള വീടല്ല ഭാര്യ ഇല്ലാത്തപ്പോൾ. മാധവിക്കുട്ടി ആ കവിതയിൽ മാതൃസ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു ആവിഷ്കാരം കുട്ടികളിലൂടെ, ഭർത്താവിലൂടെ കൊണ്ടുവരികയാണ്. ഭാര്യയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, മക്കൾക്ക് അമ്മയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ മക്കൾ അമ്മയോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. ഇത് നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ട്. മക്കൾക്കൊക്കെ നമ്മളോട് വലിയ സ്നേഹമുണ്ട്, പക്ഷെ അവർ പ്രകടിപ്പിക്കുകയില്ല, സ്നേഹം പ്രകടിപ്പിക്കുകയില്ല. പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി സ്കൂളിൽ പോകാൻ വേണ്ടി അമ്മ വരണ്ട എന്ന് പറയും. അമ്മ അവരുടെ സങ്കല്പത്തിലെ ആ ഒരു അധ്യാപകരുടെ പളുവിളിപ്പോ എന്താണ് നരച്ച തലമുടിയും ചുക്കിച്ചുളിഞ്ഞ തൊലിയും. അവിടെ അമ്മ എന്ത് വേദനിക്കുന്നറിയുമോ? ഇവിടെ അമ്മയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഒരു ദിവസം അവർ വീട്ടിൽ വരുമ്പോഴേക്കും അമ്മ അടുക്കളയിലെ ചാരി വെച്ച ചൂലിൻ്റെ സമീപം മരിച്ചു കിടക്കുകയാണ്. ചാരി വെച്ച ചൂലിൻ്റെ സമീപം
മാധവിക്കുട്ടിയുടെ പ്രയോഗം നോക്കണം കേട്ടോ. ചാരി വെച്ച ചൂലിൻ്റെ സമീപം. ആ ചൂലെന്ന് പറയുന്ന ഗ്രഹോപകരണം നമ്മൾ ഏറ്റവും അഗണ്യമായി ഉപേക്ഷിക്കുന്ന സാധനമല്ലേ. ആ ശവമടക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു രംഗമുണ്ട്. അത് വായിക്കുമ്പോൾ ഏതൊരു കുട്ടിയുടെയും മനസ്സിൽ അമ്മയെക്കുറിച്ചുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പം അങ്ങനെ സാഹിത്യം, ഞാൻ പറയുന്നത് ഈ സാഹിത്യം തന്നെ നമുക്ക് ഏറ്റവും മനോഹരമായി കുട്ടികളിലേക്ക് സന്നിവേശിപ്പിച്ചാൽ ഇന്നത്തെ എല്ലാ സാമൂഹിക വ്യഥകൾക്കും അത് പരിഹാരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാതൃപഞ്ചകം എന്താ, നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ധന്യമായ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണല്ലോ നിങ്ങൾ കുട്ടികളെ പിണ്ടനന്ദി എന്ന് പറയുന്ന ആ ചെറിയ പുസ്തകം ഒന്ന് പരിചയപ്പെടുത്തു. ആ പുസ്തകം ശ്രീശങ്കരൻ തൻ്റെ അമ്മ മരിക്കുമ്പോൾ അടുത്തു വന്ന് മാതൃപഞ്ചകം എന്ന ഒരു കീർത്തനം എഴുതുന്നുണ്ടല്ലോ, 5 ശ്ലോകം. ഏകമകൻ, ആര്യാമ്പയുടെ ഏകമകൻ ശ്രീശങ്കരൻ സന്യാസത്തിന് പോയി. അമ്മ എന്തൊക്കെ എന്നെ മനസ്സിൽ ആഗ്രഹിക്കുന്നു, ഞാൻ ആ സമയത്ത് അമ്മയുടെ അടുത്ത് എത്തിക്കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ശ്രീശങ്കരൻ പോകുന്നത്. നർമ്മദാ നദീതീരത്തെ ഗുരുവിൻ്റെ അടുത്ത് പോകുന്നത്. അമ്മയുടെ മരണസമയത്ത് ശ്രീശങ്കരൻ വരുന്നുണ്ട്. ശവമെടുത്ത് ഇങ്ങനെ സംസ്കരിക്കാൻ കിടത്തുമ്പോൾ അദ്ദേഹം എഴുതി ചൊല്ലുന്ന സമർപ്പിക്കുന്ന മാതൃപഞ്ചകം, അമ്മയെക്കുറിച്ച് ലോക സാഹിത്യത്തിൽ ഇതിനേക്കാൾ മനോഹരമായ ഒരു ഗീതമില്ല. സാറൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതായിരിക്കും മാതൃപഞ്ചകം. അവിടെ മകൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ, അമ്മ ക്ഷീണിച്ചു പോയിരുന്നില്ലേ അമ്മേ? എന്നെ ഗർഭം ധരിച്ചിരുന്ന അവസ്ഥയിൽ അമ്മ ഭക്ഷണം കഴിച്ചിരുന്നില്ലല്ലോ അമ്മേ. എന്ത് കഴിച്ചാലും ഛർദിലാണ്. ഒരു 4-5 മാസം ഭക്ഷണം കഴിക്കാൻ വയ്യ. അമ്മ ക്ഷീണിച്ചു പോയിരുന്നില്ലേ അമ്മേ? എന്നെ പ്രസവിക്കുമ്പോൾ എല്ലുനുറങ്ങുന്ന വേദന അമ്മ അനുഭവിച്ചിരുന്നില്ലേ? പ്രസവത്തോടെയും വേദന അവസാനിക്കുന്നില്ല. അമ്മയുടെ വേദന പ്രസവത്തോടെയും അവസാനിക്കുന്നില്ല. മലമയീശയ്യാച്ച സംവത്സരേ, എൻ്റെ മലമൂത്രത്തിൽ അമ്മ എൻ്റെ വിസർജ്യത്തിൽ എത്രയോ നാള് ഒരു അറപ്പും വെറുപ്പും മടുപ്പുമില്ലാതെ കിടന്നിട്ടുണ്ട്. ഇത് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. മലമയീശയ്യ, മലമൂത്രത്തെ ശയ്യയാക്കിയിരുന്നില്ലേ അമ്മേ? ആ അമ്മയുടെ മുമ്പിലാണ് ശ്രീശങ്കരൻ പ്രണമിക്കുന്നത്. ഏതാണ്ട് അതേ അർത്ഥം വരും ശ്രീനാരായണ ഗുരുവിൻ്റെ പിണ്ടനന്ദി. ഗർഭസ്ഥ ശിശുവിൻ്റെ ഈശ്വര പ്രാർത്ഥനയാണ്. നമ്മൾ അങ്ങനെ ഒരു ഈശ്വര പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ നമ്മൾ ജനിച്ചു, നമ്മളെ നാമം ചൊല്ലിക്കുന്നു, അമ്പലത്തിൽ കൊണ്ടുപോകുന്നു, നമ്മൾ വഴിപാട് കഴിപ്പിക്കുന്നു. ഇത് ഗർഭസ്ഥ ശിശു, അമ്മയുടെ ഉദരത്തിലെ ഗർഭാവസ്ഥയിൽ എന്നെ സംരക്ഷിച്ചത് അങ്ങാണ്. അങ്ങ് ആ ഗർഭസ്ഥ ശിശുവിൻ്റെ ഒരു ഈശ്വര പ്രാർത്ഥന മാതൃത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഇത് കുട്ടികളിലേക്ക് പകർന്നു കൊടുത്താൽ അവരുടെ ചിന്ത മാറും അല്ലേ? മുഹമ്മദ് നബിയോടൊരു ശിഷ്യൻ വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരോട് നന്ദി പറയണം ഗുരു? അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു പറയുന്നുണ്ട്, നിന്റെ മാതാവിനോട്. ശിഷ്യൻ വീണ്ടും ചോദിക്കുന്നു, പിന്നെ ആരോട്? നിന്റെ മാതാവിനോട്. മൂന്നാമതും ചോദിക്കുന്നു, പിന്നെ ഞാൻ ആരോട് നന്ദി പറയണം? അപ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു ശിഷ്യനോട് പറയുന്ന മറുപടി, നിന്റെ മാതാവിനോട്. 3 പ്രാവശ്യവും. ശിഷ്യൻ ചോദ്യം നിർത്തിയില്ല, പിന്നെയും ചോദിക്കുന്നുണ്ട്, പിന്നെ ആരോട്? അപ്പോഴാണ് മുഹമ്മദ് നബി പറയുന്നത്, നിന്റെ പിതാവിനോട്. 3 പ്രാവശ്യം മാതാവും 4ാമത്തെ പ്രാവശ്യം മാത്രം പിതാവും കടന്നു വരുന്ന ആ സുഹൃതത്തിന്റെ പേരാണ് മാതൃത്വം. ആ മാതാവിനെ നമ്മൾ അഗതി മന്ദിരത്തിൽ വൃദ്ധസദനത്തിലാക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാണണം അല്ലേ? അദ്ദേഹം, ഞാൻ ഈ നമ്മുടെ ഒരു പ്രസംഗം ഈയിടെ കേട്ടു മാതൃദിനത്തിൽ, ഇതിൻ്റെ പേര് പറഞ്ഞു. അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യന്റെ ശരീരത്തിലെ പൊക്കിൾക്കുഴി ഒരു ഉപയോഗവുമില്ലാത്ത ഒരു അവയവമാണ് ഇപ്പൊ പൊക്കിൾക്കുഴി എന്ന് പറയുന്നത്. അത് ശസ്ത്രക്രിയ ചെയ്ത് മാറ്റുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗി ഉദരത്തിന് കിട്ടും അല്ലേ? മാതാവും പുത്രനും പുത്രിയും തമ്മിലുള്ള ബന്ധത്തെ ഈശ്വരൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു അടയാളമാണ്. ലോകത്തെ ഏത് ശസ്ത്രക്രിയ കൊണ്ടും നിങ്ങളുടെ ഉദരത്തിലെ പൊക്കിൾക്കുഴി ഇല്ലാതാക്കാൻ കഴിയില്ല. നിങ്ങൾ പ്രസവിച്ച് കുറേ നാൾ കഴിയുമ്പോൾ, അല്ല ഒരാഴ്ച കഴിയുമ്പോൾ ഉണങ്ങി വികൃതമായ ഒരു അവയവം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അടർന്നു പോകും. ആ അടയാളം പക്ഷേ ശരീരത്തിൽ കിടക്കും. സർവേശ്വരൻ ഇങ്ങനെ വിചാരിച്ചു, അമ്മയെ ചവിട്ടാൻ കാലുയർത്തുമ്പോ
നിന്റെ ഉദരത്തിലിരുന്ന് ആ അവയവം തേങ്ങണം. വെറുതെ അല്ല സർവേശ്വരൻ ഈ ഒരു ഉപയോഗവുമില്ലാത്ത പൊക്കിൾ കുഴി നിനക്ക് നൽകിയത്. നീയും നിന്റെ മാതാവുമായിട്ടുള്ള ബന്ധത്തെയാണ്. നീ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ നിനക്ക് ഭക്ഷണം കിട്ടിയിരുന്നത് എവിടെയാണ്? ഈ കേബിൾ വയർ. ഈ കേബിൾ വയർ വഴിയാണ് നിനക്ക് പോഷണം ലഭിച്ചിരുന്നത്. ഈ കേബിൾ വയർ വഴിയാണ് നിനക്ക് ശ്വാസം ലഭിച്ചിരുന്നത്. നിന്നെ പ്രസവിച്ച് അത് വികൃതമായി ഉണങ്ങി അടർന്നു പോകുമ്പോഴും ആ മാതാവിനോടുള്ള അടയാളം അവിടെ കിടക്കണം. മാതാവിനെതിരെ കൈ ഉയർത്തുമ്പോ കാലുയർത്തുമ്പോ ഛേ എന്നൊരു വാക്ക് വൃദ്ധ മാതാവിനോട് പറയുമ്പോൾ പോലും ആ അവയവം നിന്റെ ശരീരത്തിൽ ഇരുന്ന് തേങ്ങണമെന്ന് സർവേശ്വരൻ വിചാരിച്ചു. ഇതൊക്കെ കഥ മാത്രമല്ല കേട്ടോ, നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന വലിയ പുണ്യമായ പാഠങ്ങളാണ് നമ്മുടെ വരുന്ന തലമുറകൾക്ക്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം. ഞാൻ ഒത്തിരി കാര്യങ്ങളിൽ പോകുന്നില്ല, സമയക്കുറവ് കൊണ്ട് പോകുന്നില്ല. ഏത് സാമൂഹ്യ വ്യഥയ്ക്കും പരിഹാരമുണ്ട് കേട്ടോ. ഇപ്പൊ കാമുകനും കാമുകിയും പ്രണയം നിരസിച്ചാൽ കാമുകൻ തോക്കെടുക്കും, വെടിവെക്കും, കത്തിയെടുക്കും, കുത്തും, അല്ലെ ആസിന്റെ അടുത്ത് അവരുടെ മുഖത്തൊഴിക്കും. പക്ഷെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ആനന്ദധാര എന്ന കവിത വായിക്കുന്ന ഒരു കാമുകനും തന്റെ കാമുകിയെ കൊലപ്പെടുത്തില്ല. ഇല്ലേ? അത് നടന്ന സംഭവം. ബാലചന്ദ്രൻ ചുള്ളിക്കാട് കൊച്ചിയിൽ നിന്ന് കൊല്ലത്ത് വന്നു കാക്കനാടിനെ കാണാനാ വന്നത്. കൊല്ലം കാക്കനാടിന്റെ നാടാണല്ലോ ബേബിച്ചായൻ. അന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാമാന്യം നന്നായി മദ്യപിക്കുമായിരുന്നു. ബേബിച്ചായൻ അങ്ങയുടെ കവിത വായിച്ചിട്ടുണ്ട്. നാളെ അവളുടെ വിവാഹമാണ്, അവൾ മറ്റൊരാളുടേതായി പോവുകയാണ്, അവൾക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അങ്ങ് എനിക്ക് എന്തെങ്കിലും ഒരു 4 വരി കവിത എഴുതി തരണം എന്ന് മദ്യശാലയിലെ ഇരുണ്ട വെളിച്ചത്തിൽ ഒരു പരിക്ഷീണനായ ചെറുപ്പക്കാരൻ കവിയെ സമീപിച്ചത് പറയുമ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ മനസ്സിൽ പിറ്റേ ദിവസം ഏതോ ഗ്രാമപ്രദേശത്ത് ഒരു മുല്ലപ്പന്തൽ, ആ മുല്ലപ്പന്തലിന്റെ കീഴിൽ സർവാഭരണ വിഭൂഷിതയായ ഒരു പെൺകുട്ടി നിൽക്കുന്നു. അവളെ വിവാഹം നടക്കുകയാണ്. ആ കൂട്ടത്തിൽ നിന്ന് അകലെ മാറി ഒരു പരിക്ഷീണനായ ചെറുപ്പക്കാരൻ കാഴ്ചക്കാരനായി നിൽക്കുന്നു. ഈ ചിന്ത വന്നപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞു, ഒരു കടലാസും പേനയും എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. കവിത എഴുതി കൊടുത്തു. ഇങ്ങനെയൊക്കെ കവിത എഴുതി കൊടുക്കാൻ പറ്റുമോ? ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചിലപ്പോൾ പറ്റുമായിരിക്കും. എന്നിട്ട് അദ്ദേഹം വിചാരിച്ചു, ഈ കവിത വാങ്ങിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ ഒരു താങ്ക്സ് പറഞ്ഞിട്ട് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ കവിത വായിച്ച് ആ ചെറുപ്പക്കാരൻ പൊട്ടി 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 കരഞ്ഞു. ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി, അടുത്തിരിക്കുന്നവർക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. കവിക്ക് പിന്നെ അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല, പുറത്തിറങ്ങി. കാക്കനാടൻ വരാൻ കാത്തു നിന്നില്ല. അയാൾ എറണാകുളത്തേക്ക് തിരിച്ചുപോയി. അല്ലേ? വാൽമീകി പറയുന്നുണ്ടല്ലോ, രുധിരാനുസാരി കവി, കരച്ചിലിന് പിന്നാലെ പോകുന്നവനാണ് കവി. രുധിരാനുസാരി കവി. ഉറങ്ങാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രിയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതി പൂർത്തിയാക്കിയ കവിതയുടെ പേരാണ് ആനന്ദധാര. ആ ചെറുപ്പക്കാരന് എഴുതി കൊടുത്ത 4 വരി ഇങ്ങനെയായിരുന്നു: ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖമെന്ത് ആനന്ദമാണ് എനിക്കോമനെ, എന്നെന്നും എൻ പാനപാത്രം നിറയട്ടെ നിന്റെ സാന്നിധ്യം പകരുന്ന വേദന. ഞാൻ പറയുന്നത്, കവിതയ്ക്ക്, ഒരു 4 വരി കവിതയ്ക്ക്, ഒരു ചെറുകഥയ്ക്ക് മനുഷ്യനെ, അവൻ്റെ വ്യഥകളെ മാറ്റാനുള്ള, മുറിവുണക്കാനുള്ള ഔഷധമായി എങ്ങനെ ഒരു 4 വരി. ഇതാ: മക്കളെ കാത്തുമ്മറത്തിരുന്ന് മടുത്തപ്പോഴാണ് ഞാൻ മോർച്ചറിയിലേക്ക് മാറിക്കിടന്നത്. കാര്യം മനസ്സിലായില്ല? ഇന്നത്തെ കേരളത്തിലെ ഭവനം അങ്ങനെയാണ്. മക്കൾ വിദേശത്തായിരിക്കും, അച്ഛനും അമ്മയും വഴിക്കണ്ണുമായി ഉമ്മറത്തിരിക്കുകയാണ്. മക്കളെ കാത്തുമ്മറത്തിരുന്ന് മടുത്തപ്പോഴാണ് ഞാൻ മോർച്ചറിയിലേക്ക് മാറിക്കിടന്നത്. അവിടെ കിടന്നിട്ടും എൻ്റെ കാത്തിരിപ്പ് അവസാനിക്കുന്നില്ല. കാരണം വിദേശത്തുള്ള മക്കൾ അച്ഛൻ മരിച്ചാൽ, അമ്മ മരിച്ചാൽ ഫ്രീസറിൽ വെക്കാൻ പറയും. പിന്നെ സൗകര്യം പോലെ വന്നാൽ മതി. ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് അവർ ഒരാഘോഷം പോലെ നാട്ടിലേക്ക് വരും. വീടിനടുത്ത് വരുമ്പോൾ ദുഃഖത്തിൻ്റെ മുഖാവരണം എടുത്തണിയും. അതാണ് അച്ഛൻ ആ കവിതയിൽ പറയുന്നത്. അപ്പോഴും കാത്തിരിപ്പ് അവസാനിക്കുന്നില്ല. ഇങ്ങനെ ചെറിയ ചെറിയ ആത്മഹത്യക്ക്, കൊലപാതകത്തിന്. ഞാൻ ചോദിക്കട്ടെ, കുമാരനാശാന്റെ ചിന്താകൃഷ്ടയായ സീത വായിക്കുന്ന ഒരു പെൺകുട്ടിയും ആത്മഹത്യ ചെയ്യില്ല. സീത എന്ന് പറയുന്ന ആ കഥാപാത്രം എത്രയോ വലിയ ദുരന്തങ്ങളിലൂടെ കടന്നുപോയ ഒരു കഥാപാത്രമാണ്. പിടിച്ചു നിന്നു, അല്ലേ? ആ കവിത തുടങ്ങുന്നെങ്കിൽ സുധർമാമിനിയോട് അയോധ്യയിൽ ഗതരായോരള വന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൽ ഉടജാന്തവാടിയിൽ. പിന്നെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്ന് പറയുന്നത് എന്തെല്ലാമാണ്?
രാമൻ എന്നെ വിളിക്കുമായിരിക്കും, ഞാൻ പോവില്ല. അപ്പോഴാണ് വാൽമീകി വന്നിട്ട് പറയുന്നത്, എന്താ പറയുന്നത്, പോരൂ, എൻ്റെ കൂടെ പോരൂ എന്ന് പറയുകയാണ്. ഇല്ലേ, എൻ്റെ കൂടെ പോരൂ എന്ന് പറയുകയാണ്. അങ്ങനെയാണ് വാൽമീകിയുടെ കാൽച്ചുവടുകൾ നോക്കി അവൾ ആ കൊട്ടാരത്തിൽ ചെന്ന് ചിന്താക്ലാന്തസ്യനാം കാന്തനെ കണ്ടാൾ ഒറ്റ നോട്ടേ നോക്കിയുള്ളൂ. ഞാൻ പറഞ്ഞത് അത്രയും വലിയ ഒരു തീഷ്ണമായ ജീവിത പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ഒരു സ്ത്രീ, ഒരു പ്രാർത്ഥനാ പുസ്തകം പോലെ നമ്മുടെ പെൺകുട്ടികൾ അത് പഠിക്കണം. ത്യാഗത്തിന്റെ, സഹനത്തിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനാ പുസ്തകമായി. അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പറയാനുണ്ടാവും. ഇന്നത്തെ കാലഘട്ടം അന്ധവിശ്വാസവും അനാചാരങ്ങളും എല്ലാം കടന്നു വരികയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കവി അൻവർ അലി പാടിയതുപോലെ കാലം പഴകിയതിൻ്റെ പാതുകമെല്ലാം പരതിയെടുത്തു ധരിപ്പൂ വീണ്ടും. ഇന്ന് മലയാളം ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. കാലം പഴകിയതിൻ്റെ പാതുകം അറിയാമല്ലോ, ചെരിപ്പ്. ഒരു ചെരിപ്പ് വാങ്ങിച്ച് ഒരു കൊല്ലം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് പഴയതാവും. നമ്മൾ അത് പര്യത്തേക്ക് വലിച്ചെറിയും. ഇന്നിപ്പോൾ ഇച്ചിരി പരിസ്ഥിതി ബോധമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പര്യത്ത് കളയാൻ എവിടെയെങ്കിലും കൂട്ടി വയ്ക്കും. അത് നമ്മൾ ഉപേക്ഷിച്ച ചെരിപ്പാണ്. പക്ഷേ കാലം പഴകിയെറിഞ്ഞൊരു പാതുകമെല്ലാം പരതിയെടുത്തു ധരിപ്പൂ വീണ്ടും. നമ്മൾ ഇന്നലെ വരെ നമ്മൾ അനുഷ്ഠിച്ചു പോകുന്ന ആചാരങ്ങൾ, അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങളെല്ലാം അത് വേണ്ടതില്ല, തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ച് നമ്മൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതമായ എല്ലാ അനാചാരങ്ങളും പരിയത്ത് പോയി പെറുക്കിയെടുത്ത് കാലിൽ അണിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടകങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു അന്ധവിശ്വാസ ജഡിലമായ, അനാചാര ബദ്ധമായ ഒരു സാമൂഹിക ജീവിതത്തിൽ ഈ പ്രബുദ്ധ മലയാളി ജീവിക്കുന്നു. ആ രണ്ടുപേരി കവിത മതി. ഞാൻ 1.5 മണിക്കൂർ പ്രസംഗിക്കുന്നതിനേക്കാളും ഗംഭീരമാണ് ആ രണ്ടുപേരി കവിത. കാലം പഴകിയെറിഞ്ഞൊരു പാതുകമെല്ലാം പരതിയെടുത്തു ധരിപ്പൂ വീണ്ടും. അത് നമുക്ക് അവസാനിപ്പിക്കണം. നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ദേശവും തന്നെയാണ്. ഈ വലിച്ചെറിഞ്ഞ ചെരുപ്പുകൾ പരിയത്ത് പോയി പെറുക്കിയെടുത്ത് അനുഷ്ഠാനങ്ങളെ തിരിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ ആ ഉദാസീനതയും ആ വലിയ ആ കോമാളിത്തരവും അവസാനിപ്പിക്കുക എന്നുള്ളതായിരിക്കണം ഓരോ സാംസ്കാരിക സമ്മേളനത്തിന്റെയും ലക്ഷ്യം. ഇന്ന് നമുക്കിങ്ങനെ കൂടിയിരിക്കാൻ കഴിയുന്നത് ഭരണഘടന എന്ന് പറയുന്ന ഒരു പുസ്തകം നിലവിലുള്ളത് കൊണ്ടാണ്. ഇപ്പോഴേ ലൈബ്രറി കൗൺസിൽ ഞങ്ങൾ 10,000 ഗ്രന്ഥശാലകളിൽ റിപ്പബ്ലിക് സദസ് നടത്തി. ഭരണഘടനയുടെ അത് വെല്ലുവിളിക്കപ്പെടുന്നു. ഈ കൂടിയിരിപ്പ്, പെൻഷൻ പോലും ഭരണഘടനാബദ്ധമാണല്ലോ. ഭരണഘടനയിലെ പെൻഷൻ ഇല്ല. ആ ഭരണഘടനയുടെ, ഇന്ത്യയുടെ ആന്തരിക ചൈതന്യമായ ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ എല്ലാ അന്തരാർത്ഥങ്ങളും ഇല്ലാതാക്കി ചോർത്തിക്കളഞ്ഞതിൻ്റെ ആ ഒരു പുറംചട്ട മാത്രമായി അവശേഷിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഭരണഘടനയും നമ്മുടെ സാംസ്കാരിക വിഷയമാണ്, സ്വാതന്ത്ര്യവും സാംസ്കാരിക വിഷയമാണ്. എല്ലാ മാനവികതയും, എല്ലാ യുദ്ധവിരുദ്ധ പോരാട്ടങ്ങളും ചിന്തകൾ പോലും സാംസ്കാരിക വിഷയമാണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഉച്ചത്തിൽ പറയേണ്ട സാംസ്കാരിക വിഷയമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വരാനും നിങ്ങളെ കാണാനും എൻ്റെ പഴയ കുറേ സുഹൃത്തുക്കൾ ഇവിടുത്തെ മേശനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവരെയൊക്കെ കാണാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദം.